ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൊച്ചി ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ എത്തിക്കഴിഞ്ഞു. അതെ, രാവിലെ ആയി. ഞാൻ രാവിലത്തെ സീക്വൻസ് ഒന്നും എടുത്തില്ല, മറ്റൊന്നും കൊണ്ടല്ല, ഇത്തിരി ടയർഡായിരുന്നു. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ വന്ന് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒരു 8:30 9 o'clock ആവാറായി വരുന്നു. അപ്പൊ എന്നിരുന്നാലും ബാറുകളൊക്കെ യൂഷ്വലി ഓപ്പൺ ചെയ്യുന്നത് 11 o'clock 10 AM അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ എന്തായാലും അല്പനേരം കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ, ഐ മീൻ ദ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജി ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്, പുള്ളിക്കാരന് എന്താണെന്ന് അറിയത്തില്ല, പതിവിന് വിപരീതമായി നോർമലി അയാൾക്ക് ഹാങ് ഓവേഴ്സും കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ഇന്ന് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അയാൾക്ക് നല്ല ഹാങ് ഓവർ ആണെന്നാണ് അയാൾ പറയുന്നത്, നല്ല തലവേദന ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഒരാളുടെ അവസ്ഥയെ മാനിക്കണം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും പുള്ളിക്കാരന് കുറച്ചുകൂടെ സമയം കൊടുക്കാം. പുള്ളി കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഒരു ടാബ്ലറ്റ് ഒക്കെ പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും പുള്ളി അവിടെ റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ. നമുക്കൊരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോകാം. നമ്മുടെ അടുത്ത ബാർ ലക്ഷ്യമാക്കിയുള്ള പ്രയാണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അൺടിൽ ദെൻ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം നമ്മുടെ വീഡിയോ എൻജോയ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഓൾവേസ് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ബ്രദേഴ്സ് ആണെന്ന് എനിക്കറിയാം. സോ ഇതൊരു എന്റർടൈൻമെന്റ് ചാനലാണ്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ദാസ് റേജൻസി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ എന്നിരുന്നാലും നിങ്ങൾ ഇവിടെ കൊച്ചിയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കുറച്ചുകൂടെ അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റൂം ടാരിഫാണ്. നിങ്ങൾ ബുക്കിംഗ്സിൽ ബുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഒരു 1100 പ്ലസ് ടാക്സ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇത്രയും ഒരു എക്സിക്യൂട്ടീവ് റൂമിനാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? നോർമൽ ഒരു അടയ്ക്കാ പോലത്തെ റൂമിനൊന്നുമല്ല. ഇതിനേക്കാളും പൊട്ട റൂംസിനൊക്കെ പോലും കൊച്ചിയിൽ പോലും ആണെങ്കിൽ പോലും 1000-2000 രൂപയൊക്കെയാണ് അവർ പറയുന്നത്, ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കമ്പയർഡ് ടു അതർ റൂംസ് ഇൻ ദിസ് കാറ്റഗറി ഈ റൂം വളരെയധികം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഞാനിത് പ്രൊമോട്ട് ചെയ്യും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ, കൊച്ചിയിൽ വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. bookings.com നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഹോട്ടൽ ദാസ് റേജൻസി എന്ന് പറഞ്ഞ ഈ സെയിം ഹോട്ടൽ സൂപ്പർബാണ്, കമ്പാരിറ്റീവ്ലി സൂപ്പർബാണ്. നല്ല റേറ്റിംഗ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജി നമ്മളെ ജോയിൻ ചെയ്തു അല്ലേ? എങ്ങനെയുണ്ട് തലവേനൊക്കെ? അതെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം, നമ്മുടെ വണ്ടിയിലേക്ക് പോകാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതേ റൗണ്ട് തന്നെ നമ്മൾ ബാറിലേക്ക് പോവാണ് അല്ലേ? അല്ലേ മിസ്റ്റർ ഡ്രങ്കൻ? 2 അടിക്കുമ്പോൾ തലവേനൊക്കെ പോകൂടൂ, എന്ത് പറയുന്നു? അതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടില്ലേ, ഹാങ് ഓവർ മാറാൻ 2 രാവിലെ തന്നെ വിട്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളും ചെയ്യാൻ പോണത്. 2 3 4 അല്ലേ? എത്ര വേണം? ഒരു ഫുൾ ബാട്ടിൽ സ്കാച്ച് മേടിച്ചു തന്നാലേ നല്ല രസമായിരിക്കും അല്ലേ? നമ്മുടെ വണ്ടി അവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്, പേടിച്ചു വിട്ടാ ആദ്യമേ. അപ്പോൾ വണ്ടി എന്തായാലും അവിടെ തന്നെ ഉണ്ട്, അത് കാരണം പേടിയില്ല. അല്ലോ ഇപ്പൊ പേടിച്ചാണ്, ഇപ്പൊ വണ്ടി ഇടിച്ച് തോന്നേനെ. അതിന്റെ കാര്യമില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്ന് ആ ഉറക്കം ശരിയായിട്ടായിരിക്കും അല്ലേ? കൊണ്ടുവരങ്ങോട്ട് അന്ന് നമ്മൾ ആ ഫുള്ള് അടിച്ചിട്ട് പോലും നമുക്ക് തലവേന ഒന്നുമില്ല. ഫുള്ള് മൊത്തം അല്ലെങ്കിലും അല്ലേ? ആ യാത്രയുടെയും ക്ലൈമറ്റിന്റെ ഒക്കെ കൂടെ ആയിരിക്കാം ഒരു പക്ഷേ. സ്ഥിരം ബ്രോ കണ്ടില്ലല്ലോ, ഞാനിവിടെ ഫോണൊക്കെ വെച്ച് മറന്നു പോയേക്കും. ഇത് ആരെയും കണ്ടില്ലല്ലോ ഓർഡർ എടുക്കാണ്ട്. മറ്റേ ബ്രോ ഇല്ലായിരുന്നോ? വന്നില്ലല്ലേ? താമസിക്കോ? 12:30 അല്ലേ? വീഡിയോ കുഴപ്പമില്ലല്ലോ, നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ പഴയത്. മതി, ലൈറ്റായിട്ട് മതി. എന്താ കഴിക്കാതാവളോ? എന്തൊക്കെയാ ഉള്ളത്?
റോസ്റ്റ്, പഴംപൊരി, ബനാന റോസ്റ്റ്, ബനാന റോസ്റ്റ്, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതായത് അവില്, ഗോലി ബജി, അങ്ങനത്തെ ഐറ്റംസ് അല്ല. ബജിയോ? എന്ത് ബജിയാണ്? ഗോലി ബജിയ, മൈദയും ഉഴുന്നായിട്ടുള്ള ഗോലി ബജി. ഓക്കെ. ചായ വെറൈറ്റീസ് ഉണ്ട്. കറികളൊന്നുമില്ല? കറികളൊന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ബനാന റോസ്റ്റ് ഉണ്ട്, പിന്നെ പഴംപൊരി, ബ്രെഡ് റോസ്റ്റ്, ഗോലി ബജി, പിന്നെ അവില് തേങ്ങ പഞ്ചസാര ഇട്ടിട്ടെടുക്കില്ല, അങ്ങനത്തെ ഒരുപാട്. പിന്നെ ചായ വെറൈറ്റീസ് ഉള്ള ജിഞ്ചർ, കാടമൺ, സാഫ്രോൺ, മസാല, സിലമൺ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ചായസ് ഉണ്ട്. ചായ മാത്രം? ചായ. പഴംപൊരി കഴിക്കണം. ബനാന റോസ്റ്റ്, പഴംപൊരി നോർമൽ, ബനാന റോസ്റ്റ് ചെറിയ പീസാക്കിയിട്ട് തേങ്ങ പഞ്ചസാര ഇട്ടിട്ട്. കോഫിയാണോ ചായയാണോ നിങ്ങളുടെ ബെസ്റ്റ്? ബെസ്റ്റ് സാഫ്രോൺ ടീ ആണ്. സാഫ്രോൺ ടീ ഇപ്പോൾ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. ഓക്കെ, ഇന്ന് 2 സാഫ്രോൺ ടീ എടുത്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ ആയത് ഇവരുടെ കുറ്റമല്ല. പക്ഷെ നമ്മൾ അന്ന് ഈ ടൈമിൽ വന്നപ്പോഴും ഏകദേശം ഓക്കെ ആയിരുന്നു അല്ലേ മിസ്റ്റർ ഡ്രാഗൻ? അതെ. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് വിശപ്പുണ്ടെങ്കിൽ തന്നെയും അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഡ്രാഗൻജി പറഞ്ഞിരിക്കുന്നത് പഴംപൊരിയും സാഫ്രോൺ ടീയാണ്. സാഫ്രോൺ ചായ അല്ലേ പറഞ്ഞത്? അതെ, ഈ കുങ്കുമപ്പൂ. അതെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബനാന റോസ്റ്റ്, അതായത് നമ്മുടെ പഴം പുഴുങ്ങി നമ്മൾ അരിഞ്ഞിട്ട് കഴിക്കത്തില്ല വീട്ടിൽ, സെയിം സാധനം തന്നെയാണ്. എന്നിരുന്നാലും നല്ല ഹെൽത്തിയാണ്, പ്രോട്ടീനാണ്, എനർജിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വെള്ളമടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. അവിടെ ഒരു ചിരി വിട്ടിരുന്ന്. ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ പല വീഡിയോസിലും ഈ റെസ്റ്റോറൻറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി ഇവിടെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരുപാട് എക്സോട്ടിക്, അത് മീൻ എക്സോട്ടിക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈംസിൽ വരണം, അല്ലാതെ രാവിലെ ഉച്ചയ്ക്കൊന്നുമില്ല. ഈവനിങ്ങിൽ വരുവാണെങ്കിലാണ് ഞാൻ അന്ന് പറഞ്ഞ പോലെ റിയൽ ഓൺ ആവുന്ന ആ ടൈമിലാണ് ആക്ച്വലി. അപ്പോൾ എന്തായാലും ഒരു പഴംപൊരി മതിയോ തനിക്ക്? ഒന്ന് മതി. വളരെ ലൈറ്റ് ആയിട്ട് കഴിയുന്നു. ഒന്നുകൊണ്ട് തികയോ? ഓ, തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് ധാരാളം അല്ലേ? ഒന്ന് തന്നെ വേണമെന്നില്ല. അല്ല, ഫുഡ് കഴിച്ചില്ല പിന്നെ മണിയാവണോ? അറിയാലോ, എനിക്കറിയാലോ അതിനെ കുറിച്ചൊക്കെ. ഞാൻ ഇതിനകത്തൊക്കെ ഗവേഷണം നടത്തുന്ന ആളാണല്ലോ. എണ്ണയില്ല, എണ്ണയൊന്നും വലിച്ചു കയറ്റിട്ട് കാര്യം. അതെ. ഈ ഒരു ഐറ്റം നമ്മൾ ഇതുവരെ ഹോട്ടലിൽ നിന്നൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇവരുടെ സ്പെഷ്യലൈസ് ഐറ്റം ആണെന്നാണ് ഇവർ പറയുന്നത് അല്ലോ. അതെ. പിന്നെ അതുപോലെ തന്നെ ഈ സാഫ്രോൺ ചായ ഇവിടെ കഴിച്ചിട്ടുള്ളൂ. ഇല്ല, നമ്മൾ നോർമൽ ചായ നമ്മൾ കഴിച്ചത്. അങ്ങനെ പണി തുടങ്ങുമല്ലേ? എങ്ങനെയുണ്ട് ഇവരുടെ സാഫ്രോൺ ചായ? ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. ഏതെങ്കിലും ചായയിലേക്ക് നെക്സ്റ്റ് റൗണ്ടേ വരുന്നുള്ളൂ. ആദ്യം ഇവരുടെ ആ ഒരു സ്പെഷ്യൽ വാട്ട് വാസ് ദാറ്റ്, പഴം പുഴുങ്ങിയത്, എന്ത് വരുന്നത്, പഴം റോസ്റ്റ്, ബനാന റോസ്റ്റ്. അതെ, അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. എന്തായാലും നാട്ടും പുറത്തുള്ള നമ്മുടെ നോർമൽ സാധനമാണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ അമ്മമ്മമാരും ഒക്കെ തരുന്ന അതേ സാധനമാണ് ഈ കാണുന്നത്. അത് കുറച്ചുകൂടെ ഡെക്കറേറ്റീവ് ആയിട്ടാണ്. നമ്മൾ വീട്ടിൽ കഴിക്കാൻ നേരത്ത് നോർമലി നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. വിച്ച് മീൻസ് തേങ്ങാക്കൊത്തുണ്ട്, പഞ്ചസാരയുണ്ട്, നെയ്യുണ്ട്, ചെറിയ ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. ഓവറോൾ സൂപ്പർ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഹെൽത്തി. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതുണ്ടോ, നട്ട്സ് ഒക്കെ അവർ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതും ഒരു വെറൈറ്റിയാണ് ആക്ച്വലി. ഇനി ഇവരുടെ സാഫ്രോൺ ചായ ഒന്ന് കുടിച്ചു, പക്ഷെ നിങ്ങൾ ഇത്തിരി ദൂരെ ആയത് കാരണം എനിക്കത് പറയാൻ പറ്റിയില്ല. ഇത് ചുമ്മാ വെറുതെ
ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ സാഫ്രോൺ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഫ്രോണിന്റെ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് നല്ലപോലെ എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കാര്യങ്ങളൊന്നും അല്ല ചേർത്തിരിക്കുന്നത്. പ്യുവർ സാഫ്രോൺ തന്നെയാണ് ചേർത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ സാഫ്രോൺ ഈ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നിട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് നമുക്ക് വരും. അത് ഇതിനകത്ത് വളരെ നല്ലപോലെ കാണാനും ഉണ്ട്. ചായയുടെ കളറല്ല ഞാൻ പറഞ്ഞത്, ആ സാഫ്രോണിന്റെ ഫ്ലേവർ കളറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാഫ്രോണിന്റെ നല്ല ടേസ്റ്റും ഉണ്ട്, സാഫ്രോണിന്റെ അതേ ഇമ്പാക്റ്റും ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. സോ ഇറ്റ്സ് ഓവറോൾ സൂപ്പർ ക്വാളിറ്റി ഗായ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങളിത് കണ്ടോ, എവിടെ പോയതാണ് ഇന്നലെയും പച്ച ഷെയ്ഡ് കോമ്പിനേഷൻ. എന്തായാലും ഈ മനുഷ്യൻ നമ്മുടെ ആലപ്പുഴയിലായാലും മനുഷ്യനെ പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ അത് തന്നെയാണ്, അതും മാച്ചിങ് ആയിട്ടുള്ള തൊപ്പി. അപ്പോൾ എന്നിരുന്നാലും പുള്ളിക്കാരൻ പഴംപൊരി കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ തന്നെ കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് തന്നെ കഴിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് ഞാൻ. സോ സ്റ്റേ വിത്ത് മീ ഗൈസ്. ഞാൻ സത്യമായിട്ട് പറയാം, എനിക്ക് ഈ സാഫ്രോൺ ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ചായയുടെ ആയിട്ടുള്ള ഒരു ബന്ധമില്ല ആക്ച്വലി. മനസ്സിലായി കാണാൻ ചായ പോലെ ഇരിക്കും, ചായയുടെ ടേസ്റ്റും ഫ്ലേവറൊന്നും ഇല്ല. മൊത്തത്തിൽ ആ സാഫ്രോണിന്റെ ആ ഒരു ഫ്ലേവർ, നല്ല തിക്നെസ് ഉണ്ട് ഈ ചായക്ക്. അല്ലാതെ വെള്ളം പോലെ അല്ല ഇരിക്കും, നല്ല തിക്നെസ് ഉണ്ട്. ഇതുണ്ട് ഇതിന്റെ താഴത്ത് കണ്ടു, ആ താഴെ അടിങ്ങി. ഇതൊന്ന് കലക്കാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം കലക്കി കിട്ടിയാൽ. അതിനകത്ത് ആ തേങ്ങാക്കൊത്തും കാര്യങ്ങളും തിരിച്ചിടും. അതിന് ഐഡിയ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇപ്പൊ തന്നെ അതിന്റെ കളർ ചേഞ്ച് ആയത് കണ്ടോ. ഇനി ഇതെങ്ങനെ പിടുത്തം പിടിച്ചാലുണ്ടോ സൂപ്പറോ, സാധനം കലക്കി കുടിച്ചോളൂ. റങ്ങിന്റെ നോട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോ നീ കൂടുതൽ കലക്കല്ലേ, ഞാൻ കലങ്ങിയിരിക്കണം. അടിക്കാൻ പോകുന്നവരെ ചായ അടിക്കാൻ എനിക്കൊരു കൂടുതൽ അടുത്ത പണി. അതെ, ഒന്നാമത് പണി കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ. വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്, അല്ലേ? വളരെ ലൈറ്റ് ആയിട്ട്. അപ്പൊ ഇവരുടെ ട്രഡീഷണൽ വേ ഓഫ് ബില്ലിംഗ് ആണ് ഈ കാണുന്നത്. എപ്പോഴത്തേക്കും പോലെ തന്നെ ഇതൊക്കെ ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്യാം. അതെ, 132 രൂപയാണ്. അതായത് സാഫ്രോൺ ടീക്ക് രണ്ടെണ്ണം ഒരെണ്ണത്തിന് 45 രൂപയാണ്. പിന്നെ പഴംപൊരി 12 രൂപ. അത് പക്ഷേ എലി കരണ്ട പരുവത്തിലേ ആയുള്ളൂ. പിന്നെ നമ്മുടെ ബനാന റോസ്റ്റ്, അത് നല്ലൊരു സാധനമായിരുന്നു, ഹെൽത്തി ആയിരുന്നു, 30 രൂപയുള്ളൂ. അപ്പൊ ടോട്ടൽ 132 ആണ് നമ്മുടെ ബില്ലെന്ന് പറയുന്നത്. താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ, വിച്ച് മീൻസ് ദ ഡ്രിങ്കിങ് സെക്ഷൻ ഈസ് അപ് ടു കം. സോ സ്റ്റേ വിത്ത് മീ ആൻഡ് ഫോളോ മീ ഗൈസ്. നമ്മൾ എത്തിയിരിക്കുകയാണ് മറ്റെവിടെയല്ല, മൈ പേഴ്സണൽ ഫേവറേറ്റ്, കൊച്ചിയിലെ നമ്പർ 1 വൈബ് ആയിട്ടുള്ള ഒരു ബാറാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പേര് നിങ്ങളാരും പറഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു വീഡിയോ ആണ് വെലോസിറ്റി ബാറിന്റേതായിട്ടുള്ളത്. കാരണം അത് മാത്രമല്ല, ഇതിന്റെ വെലോസിറ്റി സ്പെഷ്യാലിറ്റി എന്താണ് പല വീഡിയോസിൽ നിങ്ങളോട് പറയുന്നുണ്ട്. ഐ മീൻ നമ്മുടെ പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ആ പ്രത്യേകത? കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വരുന്ന ഒരേ ഒരു ബാറാണ് ദിസ് ബാർ, ദ വെലോസിറ്റി ബാർ. അതാണ് ഈ ബാറിനെ മറ്റുള്ള ബാറിൽ നിന്നും എക്സെപ്ഷണൽ ആക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് പ്രിഫർ ചെയ്യുന്ന ബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കും. അതെ, അതാണ് ഇവിടെയും കിട്ടുന്നത്. കാരണം ഞാൻ എപ്പോ കൊച്ചിയിൽ വന്നാലും ഒരു വട്ടമെങ്കിലും ഒരു നൈറ്റിലെങ്കിലും ഇവിടെ വരാതെ പോകാറില്ല. കാരണം എനിക്കറിയാം ഇവരുടെ ക്വാളിറ്റി എന്താണ്, ഇവരുടെ ഔട്ട്പുട്ട് എന്താണെന്നൊക്കെ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയതാണ്. ആ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ എനിക്കത് എക്സാക്ട് ആയിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫ് ആയാലും അതുപോലെ ഫ്രണ്ട്ലി, സോഷ്യൽ, അതൊക്കെയല്ല നമുക്ക് വേണ്ടത്. ചില പറഞ്ഞതൊക്കെ നമ്മളോട് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ. അതുപോലൊന്നും അല്ല ഇവിടുത്തെ ആംബിയൻസ്. ബാക്കി നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് പോകേണ്ട ഫ്ലോർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മധ്യ ലോകത്തേക്കുള്ള വാഹനം ക്ലോസ് ആയി. സോ 0 ലെവൽ, 0 ഗ്രാവിറ്റി എന്നല്ല പറയേണ്ടത്, 0 ലെവൽ ഈസ് ദ ബാർ, ദ ലൗഞ്ച് ബാർ, ദ വെലോസിറ്റി ബാർ, യു ക്യാൻ നെയിം ഇറ്റ്. ഏറ്റവും കൂടുതൽ ഹാപ്പനിങ് പ്ലേസ് ആണ് വെലോസിറ്റി ബാർ എന്ന് പറയുന്നത്.
അതൊരു ടിപ്പിക്കൽ വെസ്റ്റേൺ ബാറാണ് ആക്ച്വലി. ഐ മീൻ വെസ്റ്റേൺ ബാർ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ബാറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, അവരുടെ പെയിന്റിങ്സ് ആയാലും ആർട്ടിസൻസ് ആയാലും എന്ത് കാര്യമായാലും എല്ലാം ഒരു വെസ്റ്റേൺ ടച്ചാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈവൻ എന്ത് പറയണം, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് ആക്ച്വലി. വി ക്യാൻ സെൻസ്, വി ക്യാൻ സ്മെൽ ദ അറ്റ്മോസ്ഫിയർ ഓഫ് വെസ്റ്റേൺ കൾച്ചർ ഹിയർ. ഇത് അവരുടെ റെസ്റ്റോറന്റ് സെക്ഷൻ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഒഫീഷ്യൽ ബാർ. And this is our man, Abhay. Long time, man. Apol, are you ready to serve, Mr. Mathyabani? Yeah. Hi, bro. Hi. പേരെന്തായിരുന്നു? ഗോകുൽ. Okay, good meeting you. Thanks. Mr. Twangan, എന്താണ് വേണ്ടത്? ഒന്നും വേണ്ടെന്ന് പറയരുത്. നിലയം വൈറ്റ് ആയിരുന്നു. അപ്പൊ ഈ തവണത്തെ കൊച്ചി ട്രിപ്പ് കംപ്ലീറ്റ് വൈറ്റ് വെളുത്തിരിക്കട്ടെ നിലയായിരുന്നു. അപ്പോൾ ഇന്ന് ഏതാ വൈറ്റർ മൈലം വോഡ്ക കുറച്ചൊന്ന് സജഷൻ പറയാമോ? അപ്പൊ നമ്മുടെ ബ്രോ നമുക്ക് ഒരുപാട് ചോയ്സ് തന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, കെറ്റിൽ വൺ. കാരണം അതിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിയറസ്റ്റ് സബ്സ്ക്രൈബർ വളരെയധികം കാലമായിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. കാരണം പുള്ളിക്കാരന്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കെറ്റിൽ വൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആലപ്പയിൽ ഈ സാധനം മഷിയിട്ട് നോക്കാൻ പോലും കിട്ടാനില്ല. ബട്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള എക്സോട്ടിക് ബ്രാൻഡ്സും ഇവിടെ ലഭ്യമാണ്. അതെനിക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങളോട്ട് ആ അറിവ് ഞാൻ തരികയാണ്. കാരണം കൊച്ചിയിൽ ഒരു വലിയ സാഗരം പോലെ ബാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റു ബാറുകളിൽ കിട്ടാത്ത പലതരം വെറൈറ്റി ബ്രാൻഡ്സുകളും ഇവിടുത്തെ MD ഇവിടെ ഇമ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി ഈ ബാറിന്റെ. അപ്പോൾ എന്നാലും കെറ്റിൽ വൺ ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതാണ് ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു പെഗിന് എത്ര റേറ്റ് വരും? 510. 510 രൂപയാണ് ഒരു പെഗിന്റെ റേറ്റ്. ഇതിന്റെ ബോട്ടിൽ പ്രൈസും കാര്യങ്ങളും ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ വളരെയധികം പെട്ടെന്ന് നിങ്ങളോട് പാസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ വിത്ത് മീ, സ്റ്റേ അലോങ്. നമ്മുടെ കെറ്റിൽ വണ്ണെ കുറിച്ച് മദ്യപാനി പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഇംപ്രൂവ്മെന്റ് ആൻഡ് പെർഫെക്ഷൻ വരുന്നത് ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോഴാണ്. പുള്ളി ആയിരിക്കും ഇതിനെ കുറിച്ച് കൂടുതൽ സ്പെസിഫിക് ആയിട്ടും വളരെ ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. സോ ദ സ്റ്റേജ് ഈസ് യുവേഴ്സ്, മാൻ. നെതർലാൻഡിലാണ്. ഇത് 100% വീറ്റ് കോപ്പർ പോട്ട് സ്റ്റില്ലാണ് ഡിസ്പ്ലേ ചെയ്തത്. നൈസാണ്, പൊളിയാണ്, കഴിച്ചു നോക്കേണ്ടത്. ഓക്കെ, ഇനി ബോട്ടിൽ പ്രൈസ് എത്ര വരും? ബോട്ടിൽ പ്രൈസ് നമുക്കൊരു ബിവറേജ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2,680 വരും. 2,680. ഓക്കെ, ഇവിടുത്തെ പ്രൈസ് ഞാൻ ചോദിക്കുന്നില്ല, ബാറിൽ വ്യത്യാസം വരും. ഒരു പെഗിന് 510 ആണ് നമ്മുടെ ഈ ബാറിലെ റേറ്റ് എന്ന് പറയുമ്പോൾ. കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ്, കുഴപ്പമില്ലാത്തതാണ്, സൂപ്പർബാണ്, റണ്ണിംഗ് ഉള്ള സാധനമാണല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇതിന്റെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ MD ഐ മീൻ മദ്യപാനി പാസ് ചെയ്യുന്നതായിരിക്കും ആഫ്റ്റർ മൈ ട്രയൽ. ഓക്കെ, സോ സ്റ്റേ വിത്ത് മീ ആൻഡ് ഹിയർ ഗോസ് ദ ഫസ്റ്റ്. ചിരിക്കുന്നു. എന്ത് വേണം? യെസ്, ആരംഭിച്ചേക്കാം. ലെറ്റ്സ് ബിഗിൻ മാൻ. ഡു ഇറ്റ്. അത് മാത്രം ഉണ്ടാകുന്നില്ല. അത്രയും മതി. തനിക്കല്ലേ, എനിക്കത്ര മതിയെന്ന് ചോദിച്ചത്. Are you ready? I'm ready. രാവിലെയാണ്.
രാവിലെ തന്നെ വെള്ളം അടിക്കുന്നത്. അതാണ് ഇതിനൊരു രസം അല്ലേ? ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കെറ്റിൽ വൺ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ഈ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം, അതെന്ന് പറഞ്ഞാൽ ചീഫ് ഗസ്റ്റെന്നോ പ്രസിഡന്റോ ആ ലെവലിൽ വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടി, ആ ഒരു പദവി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും കെറ്റിൽ വൺ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് റൗണ്ട് ആയിട്ട് അങ്ങ് തുടങ്ങാം. It's time for the first cheers of the morning. അതായത് ബാർ തുറന്നതേ ഉള്ളൂ, തുറക്കാൻ കാത്തിരിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ബാർ തുറപ്പിച്ച് വേണം ഞങ്ങൾ അടുത്തെന്ന് വേണേ പറയാം അല്ലേ? Okay, so the first cheers of morning is here. And to Kettle One and to the subscriber who mentioned this brand. Cheers to you, bro. And cheers. അത്രയൊന്നും ഒരു ഫീൽ ഇല്ല ആക്ച്വലി. കാരണം ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈമിന്റെ ഒരു എഫക്ട് വരുന്നുണ്ട്. പിന്നെ അത്രയും ചിൽഡ് ആയിട്ടുള്ള ഐസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പ്രോപ്പർ ഫീൽ എനിക്ക് കിട്ടിയില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് ദ റിവ്യൂ റൗണ്ട്. സെക്കൻഡ് റൗണ്ടിലാണ് നമ്മുടെ പ്രോപ്പർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ആക്ച്വലി നമുക്ക് ടച്ചിങ്സിന് ആവശ്യമില്ല. അതാണ് ഫാക്ട് എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു വോഡ്ക എന്ന് വേണ്ടി അവകാശപ്പെടാന്ന് പറയാം. കാരണം എനിക്ക് എക്സാക്ട് ആയിട്ട് പറയണമെങ്കിൽ അത് അതിന്റെ നീറ്റ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ എനിക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജി എന്തിനാന്ന് അറിയത്തില്ല, ലോകത്തുള്ള സോഡ മുഴുവൻ വാരി ലോകത്തുള്ള സോഡ മുഴുവൻ വാരി അതിനകത്ത് ഒഴിച്ചു. അത് കാരണം അതിന്റെ പ്യൂരിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണ്ടി മനസ്സിലാക്കാം. സോ സെക്കൻഡ് റൗണ്ട് വിൽ ബി ദ ഇമ്പോർട്ടന്റ് റൗണ്ട്. സ്റ്റേ വിത്ത് മീ. As you know, the second round is the most vital round in our channel, which means the review round is here. So, all eyes to here. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചില ബ്രാൻഡുകൾ നമ്മൾ അങ്ങോട്ട് ഇംപ്രസ് ചെയ്ത് കളയും. അതുപോലൊരു ബ്രാൻഡാണ് കെറ്റിൽ വൺ എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പണ്ടുകാലം മുതലേ കേട്ടുകളിലുള്ള സാധനമാണ്. അതാണ് എനിക്കിപ്പോ സംഭവിച്ചത് ആക്ച്വലി. സോ അതൊന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റിവ്യൂ റൗണ്ട് ഈസ് മോസ്റ്റ് പ്രഷ്യസ്. വേറൊന്നുമല്ല, നമുക്കറിയാലോ ഐസ് ഇട്ടെങ്കിൽ അതിന്റെ പ്യൂരിറ്റി പോകും. ഐസ് ഞാൻ ഇടും ഇത് കഴിഞ്ഞിട്ട്, അത് ഞാൻ ഇങ്ങനെ എടുക്കും ഞാൻ. സോ ഹിയർ ഇറ്റ് ഗോസ്. അതെ, അത് അറിയണമെങ്കിൽ നമ്മൾ ഐസും സോഡയും ഒന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തുണ്ടല്ലോ സോഡയൊക്കെ ഒഴിച്ചിട്ടാണ് ടേസ്റ്റ് പറയുന്നത്. അപ്പൊ ആൾക്കാർ നമ്മുടെ പ്രാഗിയിട്ടുണ്ട്, മുമ്പ് ഈ സോഡയൊക്കെ ഒഴിച്ചിട്ട് എന്ത് റിവ്യൂ അറിയാനാണ് പറഞ്ഞത്. അൾട്ടിമേറ്റ് റിവ്യൂ, അൾട്ടിമേറ്റ് ഒന്നും പറയത്തില്ല, ഒരു സാധാരണക്കാരന്റെ റിവ്യൂ, കഴിച്ചു നോക്കിയിട്ട് തരുന്ന റിവ്യൂ ആണത്. അപ്പോൾ എന്നിരുന്നാലും ദ ഇനിഷ്യൽ നോസിംഗ് ഈസ് ഹിയർ. മണത്ത് കണ്ടുപിടിക്കട്ടെ, കുറെ കാലമായി ഞാൻ മണത്ത് കണ്ടുപിടിച്ചിട്ട്. ഓക്കെ, ഹിയർ ഇറ്റ് ഗോസ് ഗാസ്. ആരും ഒന്നും തോന്നരുത്, എനിക്ക് ചെറിയ ജലദോഷമുള്ള കാരണം അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ആക്ച്വലി. ബട്ട് അതിന്റെ ഒരു ഇന്റൻസീവ് സ്മെല്ലും കാര്യങ്ങളൊന്നും വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് മൂക്കടപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്റെ പാർട്ണർ, വേറെ പാർട്ണർ ഒന്നുമല്ല, നമ്മുടെ ചാനലിന്റെ പാർട്ണർ മിസ്റ്റർ ഡ്രങ്കൻ ജിയെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഡ്രങ്കൻ ജി, എല്ലാത്തിനും ഒരു ട്വിസ്റ്റ് വേണമല്ലോ, പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഡ്രങ്കൻ ജി ആണ് ഫസ്റ്റ് എവർ റിവ്യൂ ഇൻ ദിസ് ചാനൽ. എന്താണ് ഇത്? ഏകദേശം ഒരു ലെമൺ ആയിട്ടാണ് സ്മെല് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ ലെമൺ ഇട്ട് കൊടുക്കുന്നത്. അതെ ഗൈസ്, അപ്പോൾ ഡ്രങ്കൻ ജി പറയുന്നത് ഇതിന് ആ ഒരു നല്ലൊരു ലെമണിന്റെ ഫീൽ ആണെന്നാണ് പറയുന്നത് മണക്കുമ്പോൾ. അപ്പൊ ഇതെല്ലാം ടേസ്റ്റ് കൊണ്ട് മദ്യപാനിക്ക് സ്വന്തമാണ്. എനിക്ക് കൊറോണ ഒന്നും ഇല്ല ടേസ്റ്റ് അറിയാതിരിക്കും അല്ലേ? ഓക്കെ, ആൻഡ് താങ്ക് യു മിസ്റ്റർ ഡ്രങ്കൻ ജി ഫോർ യുവർ സിൻസിയർ സജഷൻ ആൻഡ് അഡ്വൈസ്. തുടക്കം തന്നെ പറയാം, ഇത് ഇന്റൻസ് അല്ല. അതായത് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞു വളരെ സ്മൂത്ത് ആണ്, കാം ആണ്, ക്വയറ്റ് ആയിട്ട് അങ്ങ് ഇറങ്ങി പോകുമെന്ന് ഞാൻ പറഞ്ഞു. അത് വളരെയധികം സത്യസന്ധമായുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരിക്കൽ പോലും റിവ്യൂ റൗണ്ടിൽ ഇത്രയും കണ്ടന്റ് ഞാൻ ഒരുമിച്ച് ഞാൻ കഴിക്കാറില്ല. ബട്ട് ഇത് കഴിച്ച് പോയതാണ് ആക്ച്വലി, അറിയാത്ത കമത്തി പോയതാണ്. പക്ഷെ എന്നിരുന്നാലും അതൊരിക്കലും വെറുതെ ആയിട്ടില്ല, അത് കുഴപ്പമില്ല. ഇതിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഡ്രങ്കൻ പറഞ്ഞ പോലെ ലെമണിന്റെ ആണെങ്കിൽ തന്നെയും ഇതൊരു ഗ്രെയിൻ വോഡ്കയാണ്, 100% വീറ്റ് ഗ്രെയിൻ വോഡ്കയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രെയിനി ഫീൽ, ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ആണ്, മധുരം,
ഇതെല്ലാമാണ് എനിക്ക് ഫീൽ ആയത് ആക്ച്വലി. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാനുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ ഫീൽ ഒന്നും വരുന്നില്ല. ഡ്രൈ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൗത്തിലൊക്കെ ആ ഒരു ഇൻഫ്ലമേഷൻ ഫീൽ വരും. ചിലതൊക്കെ സ്പിറ്റ് കയറി വരുമ്പോൾ ഒരു ആന്തല പോലെ വരത്തില്ലേ, ആ ഒരു ഫീൽ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. എക്സ്പെഷ്യലി ഇറ്റ്സ് എ ഗ്രെയിൻ വോഡ്ക. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു കൊഴുകൊഴുപ്പുണ്ട്, അത് ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ബട്ട് ഇതൊരു സ്മൂത്ത് ആണ്. ഗ്രെയിൻ വോഡ്കയുടെ എല്ലാ പെർഫെക്ഷനോടും കൂടിയ ഒരു ബ്രാൻഡാണ് നമ്മുടെ കെറ്റിൽ വൺ. അപ്പോൾ ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ആ ബ്രോയ്ക്ക് ഹാറ്റ്സ് ഓഫ് ആൻഡ് താങ്ക്സ് അ ലോട്ട്. കാരണം ഇതുപോലൊരു നല്ല ബ്രാൻഡ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബട്ട് ബ്രോ എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞു നല്ലൊരു ബ്രാൻഡാണ് മദ്യപാനി, ട്രൈ ചെയ്ത് നോക്കണം, അത് നഷ്ടപ്പെടുത്തരുതെന്ന് എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഐ താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഐ ഡെഡിക്കേറ്റ് ദിസ് വീഡിയോ ടു യു ഓൾസോ. താങ്കൾക്ക് വേണ്ടി മാത്രം ഞാൻ തരില്ല, ഇത് ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യൂവേഴ്സിനും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ബ്രാൻഡ് പ്രിഫർ ചെയ്ത നമ്മുടെ ബ്രോയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫോർ യു. അപ്പോൾ ഇനി ഇത് ഫിനിഷ് ഓഫ് ചെയ്യുന്നെങ്കിൽ ഇവര് തന്നെ പ്രിഫർ ചെയ്തു. അതായത് എനിക്കൊരു സജഷൻ തന്നു. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ അവർക്കറിയാം എങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആവുക, ഏറ്റവും ബെറ്റർ ആവുന്നത് ഇവർക്കാണ് അറിയാം. അപ്പോൾ ഐ എം ഗോയിങ് വിത്ത് ദം ആക്ച്വലി. കാരണം എനിക്ക് പൊതുവെ നിങ്ങൾക്ക് അറിയാം, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ നേരത്ത് എനിക്ക് മധുരമായിട്ട് ഞാൻ കഴിക്കാറില്ല. ഡ്രങ്കൻ പിന്നെ എങ്ങനെയും പോകും, അറിയാമല്ലോ നിങ്ങൾക്ക്. ഡ്രങ്കൻ വേറെ ഐറ്റമാണ്. ഇറ്റ്സ് ടൈം ടു ക്ലോസ് ദിസ് ബിസിനസ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ഫൈനൽ ചേസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചേസ് വെക്കണം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ദ ഫൈനൽ ചേസ് ഓഫ് ദ മോർണിംഗ് ഈസ് നോ, ഇറ്റ്സ് നോട്ട് ടൈം ഫോർ ദ ഫൈനൽ ചേസ്. ഒരു ചെറിയൊരു റിക്വസ്റ്റ്, ഞാൻ നേരത്തെ ഒരു അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു, നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. പ്ലീസ് അയാളെ കൊണ്ടുവരേണ്ട സമയം എത്തിക്കണം. Okay guys, the one and only Johnny Walker Blue Label. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന അതേ സാധനം 2 കൈ കൊണ്ട് പിടിക്കണം. കാരണം എത്ര കിലോ ഉണ്ടാവും ഇതിന് കഴിക്കും? അതെ, 1 കിലോയുടെ അടുത്ത് ഭാരമുണ്ട്. മാത്രമല്ല 1 കിലോ ബോട്ടൽ വയ്ക്കും. ഇത് പൊട്ടിപ്പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അറിയാമല്ലോ. ബോട്ടിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇവിടെ ഈ ഒരു ആംബിയൻസിൽ ഇത് ബ്ലൂ ലേബൽ ആണോ ബ്ലാക്ക് ലേബൽ ആണോ എന്നുള്ള സംശയം നിങ്ങൾക്ക് പലർക്കും തോന്നാം. ഞാൻ ആദ്യമേ സംശയിച്ചത് അത് തന്നെയാണ്. ബോട്ടിൽ ഞാൻ കണ്ടു, ചെറിയൊരു ബ്ലൂ കളേഴ്സ് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൂ ലേബൽ ആണോ. പിന്നെ എന്റെ മനസ്സ് സമ്മതിച്ചില്ല, ആയിരിക്കത്തില്ല, ബ്ലാക്ക് ലേബലിനകത്ത് ലൈറ്റ് അടിച്ചപ്പോൾ തോന്നിയതായിരിക്കും ഞാൻ കരുതി. ബട്ട് ഇൻ ഫാക്ട് ഇറ്റ്സ് ദ റിയൽ ഡീൽ ആക്ച്വലി. അപ്പോൾ ബ്ലൂ ലേബൽ ബോട്ടില് ഇവിടുത്തെ അല്ല, ബോട്ടിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 20,530 രൂപയാണ്. 20,530 20,530 രൂപയാണ്. കുറച്ചുകൂടെ പൈസ ഇട്ട് നമുക്കൊരു സ്കൂട്ടർ മേടിക്കാം. അപ്പോൾ എന്നിരുന്നാലും ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്ന് അറിയാം. നിങ്ങൾക്കറിയാം, ഓരോ ബാറിലും ക്ലാസ് മാറുന്നതനുസരിച്ച്, സ്റ്റാർ വാല്യൂ കൂടുന്നതനുസരിച്ച് ബോട്ടലിന്റെ ലിക്കറിന്റെ പ്രൈസിലും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് എത്രയാണ് നമ്മുടെ സ്വന്തം ബ്രോ പറയും? എത്ര രൂപ വരും ഈ ബോട്ടലിന്? അതെ, ഒരു പെഗിന് 4,000 രൂപയാണ്. I need to know the bottle price. 50,000 രൂപ. 50,000 രൂപ. ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി കാർ മേടിക്കാം നമുക്ക് ആ പൈസക്ക്. പേടിയല്ല, നനയപ്പോ തന്നെ പേടിയാണ്. പക്ഷെ ആ ബോട്ടിലിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ഇത് 20 years അല്ല ഇതിന്റെ ഏജിങ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കുന്നത്. ഈ 20 years ഏജ്ഡ് ആണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ബ്ലൂ ലെവലിന്റെ ഏറ്റവും ജോണി വാക്കർ സീരീസിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേരിയന്റില്ലേ, ടോപ്പ് എൻഡ് മോഡൽ ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മോഡല്. നമ്മൾ ആലപ്പുഴ നോക്കേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് നോട്ട് അവൈലബിൾ. കൊച്ചിയിൽ ഞാൻ നോക്കി, അവിടെയും ഇല്ല. ബട്ട് ഇവര് റീസെന്റ് ആയിട്ട് ഇവര് പർച്ചേസ് ചെയ്തതാണ്, ഇവിടെ വന്നു. അതാണ് ഈ ബാറിന്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ ആദ്യമേ പറഞ്ഞു, മറ്റെവിടെയും കൊച്ചിയിൽ കിട്ടാത്ത ബ്രാൻഡുകൾ ഇവിടെ കിട്ടും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇതാ ഈ കാണുന്ന സാധനം. ഇവിടെയുണ്ട്, പിന്നെ മറ്റൊരു സ്ഥലത്തോട് ഞാനിത് കണ്ടിരുന്നു, ഫ്ലൈ ഹൈ. ഈ 2 സ്ഥലത്തല്ലാതെ വേറെ എവിടെയും ഞാനിത് കൊച്ചിയിൽ എവിടെയും കണ്ടിട്ടില്ല. സോ ദിസ് ഇസ് ദ ഡീൽ ആക്ച്വലി. സുരക്ഷിതമായിട്ട് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചെന്ന് വാങ്ങിയാൽ സമ്മതിക്കത്തില്ല. Alright. Okay. അപ്പോൾ നമ്മൾ ബാക്ക് ടോപ്പിക് ആയിരിക്കാണ്, നമ്മുടെ ഡീലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിച്ച് മീൻസ് ദ ക്ലോഷർ ഓഫ് ദിസ് ബിസിനസ് ഓഫ് ദിസ് മോർണിംഗ്. ഇത് ആക്ച്വലി noon ആയി കാണുമല്ലോ, പക്ഷേ ദിസ് വണ്ടർഫുൾ വോഡ്ക ജസ്റ്റ് അമേസ്ഡ് us. അപ്പോൾ all has this pen. Please, അതെ, ഈ ബ്രോഹയാണ് ഇതിനെല്ലാം പുറകിൽ കളിച്ചിട്ടുള്ള വ്യക്തി. അണ്ടർവേണ്ടെന്നല്ല, ഈ ബ്രോ നമുക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നെ ഈ പുള്ളിക്കാരാണ്. ഇവിടെ പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ വിസിറ്റിനും നമ്മുടെ ബാർനെറ്റ് കഴിച്ചപ്പോഴും അതുപോലെ ഒരു വണ്ടർഫുൾ സാധനം നമുക്ക് തരാൻ അവസരം ഒരുക്കും ഈ ബ്രോയാണ്. താങ്ക് യു ബ്രോ വൺസ് അഗൈൻ.
അപ്പോൾ ഈ ബ്രോയ്ക്കും നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കെറ്റിൽ വൺ കഴിച്ചിട്ടോളം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. നമ്മൾ ഇത് ഫിനിഷ് ചെയ്തു. ആൻഡ് ദ ഫൈനൽ ചേഞ്ച്. എന്താ സ്റ്റോറി കുടിക്കുന്നത് അത് ഭയങ്കര ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മധുരമായിട്ട് ആൽക്കഹോൾ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ആക്ച്വലി. ബട്ട് ഈ ഒരു സാധനം മിക്സ് ചെയ്തപ്പോൾ പെർഫെക്റ്റ് കോംബോ ആണെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നല്ലേ? അതെ, നല്ല ഓപ്ഷൻ ആയതുകൊണ്ടാണല്ലോ അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ എന്നിരുന്നാലും സാറ്റിസ്ഫാക്ഷൻ at the most. So this concludes this segment of Kochi vlog. I mean Kochi Vellavadi vlog of Madhyapani restaurant. അപ്പോൾ ഇതിന്റെ അടുത്ത എപ്പിസോഡുമായി നമ്മൾ വളരെയധികം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണും. So until then, good afternoon and goodbye and cheers you all.